ഹലോ. നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ആണുങ്ങൾ, അമ്മ ഉണ്ടാക്കുന്ന കറിക്ക് എന്ത് ടേസ്റ്റാണ്. പെൺകുട്ടികളും പറയുന്നുണ്ട് കേട്ടോ, ഞാനും പറയുന്നുണ്ട്, എൻ്റെ മകള് പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നുക. എന്തുകൊണ്ട്? അരവിന്ദിൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അരവിന്ദിന് ടേസ്റ്റ് കൂടുതൽ തോന്നും. എന്തുകൊണ്ട്? അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കേൾക്കുന്ന ആരാണെങ്കിലും, ഇവിടെ കേൾക്കുന്നവർക്ക് അവരവരുടെ അമ്മ ഉണ്ടാക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടും. എന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം അമ്മയുടെ സ്നേഹം ഉണ്ട് അതിൽ, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു കഥ? ഒരമ്മ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ, അതൊരു കഥയായിട്ടാണ് കേട്ടോ പറയുന്നത്, കുറേ ജാർസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലെല്ലാം പേര് എഴുതിയിട്ടുണ്ട്, സോൾട്ട്, ഷുഗർ, അങ്ങനെ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് പിന്നെ ഒരു പുള്ളിക്കാരത്തേക്ക് ഒരു സീക്രട്ട് റെസിപ്പി ജാറുണ്ട്, അതിൽ എഴുതിയിരിക്കുന്ന സീക്രട്ട് റെസിപ്പി എന്നാ. അതാരും തുറന്നു നോക്കാൻ പാടില്ല. ആ കുട്ടികൾ ചോദിക്കും, അമ്മ ഞങ്ങൾക്കും അറിയണ്ടേ സീക്രട്ട് റെസിപ്പി എന്താണ് അമ്മയുടെ എന്ന്. ദെൻ ഓൺലി വി ക്യാൻ ഓൾസോ എമുലേറ്റ് ഇറ്റ്, അല്ലേ? ആ പാചകത്തിൽ അമ്മയുടെ പാചകം ഞങ്ങൾ പഠിച്ചു വരുമ്പോൾ അതേ ടേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഞങ്ങൾ അത് എമുലേറ്റ് ചെയ്യണമെങ്കിൽ അമ്മ ആ സീക്രട്ട് റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറയേ, നിങ്ങളത് ഞാൻ മരിക്കുന്ന ദിവസം നിങ്ങൾ ആ സീക്രട്ട് റെസിപ്പി ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, അതുവരെ ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ എന്ന് പറയും. കുട്ടികൾ അത് സമ്മതിക്കും. ഓ ശരിയാ അമ്മ പറഞ്ഞത്, അമ്മ ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അമ്മ ഒരു ദിവസം മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടെ ആദ്യം ചെയ്തത്, അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം സിസ്റ്റമാറ്റിക് ആയിരിക്കുമല്ലോ. ഐ എം ടോക്കിംഗ് അബൌട്ട് വെസ്റ്റേൺ കൺട്രി ആണ് കേട്ടോ. ഈ ഒരു കഥ അവിടെ നടന്നാണെന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത് ആ പറഞ്ഞ ആള്, അതോ എഴുതിയ ആള്. ഞാനിത് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ മാറി മാറി വന്ന് കേട്ടതാണ്. അപ്പോൾ പറയും, നമുക്കതെല്ലാം തുറന്നു നോക്കാമെന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് എല്ലാം കൂടെ ചെന്ന് കരഞ്ഞുകൊണ്ട് തുറന്നു നോക്കുക കേട്ടോ, അമ്മ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ നോക്കുമ്പോഴേ ചെറിയ ചെറിയ കുറേ ഇങ്ങനെ റെസിപ്പീസ് എഴുതിയിട്ട് അതിനകത്ത് വെക്കുന്നുണ്ടാവില്ലേ ഒരു ബുക്ക്, അതിലിങ്ങനെ ലാസ്റ്റിൽ അമ്മ ഇങ്ങനെ ലവ് എന്നിട്ടുണ്ടായിരുന്നു. ആ ലവ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ തുണ്ട് തുണ്ടായിട്ട് ലവ് 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 എന്ന് എഴുതി അതിലിട്ടിരിക്കണം ചുരുട്ടിയിട്ട്. മനസ്സിലായോ? അതായത് അമ്മയുടെ സ്നേഹം ചാലിച്ച റെസിപ്പിയാണ് അമ്മ വിളമ്പിക്കൊണ്ടിരുന്നത് മക്കൾക്ക്. അതാണ് ആ റെസിപ്പിയുടെ എന്താ പറയുക, സീക്രട്ട് റെസിപ്പി അതായിരുന്നു. ദ തിങ് വിച്ച് ഷീ വാസ് ആഡിങ് എക്സ്ട്രാ ഇൻ ടു ദി റെസിപ്പി എന്തുണ്ടാക്കിയാലും ഈ ലവ് ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്നേഹം ചാലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഡ്യൂട്ടി ആണെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഒരു ഡ്യൂട്ടി ആയിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അതിന് സ്നേഹം കാണില്ല. കടത്ത് കഴിക്കൽ എന്ന് പറയും. പണ്ട് ഒരു ചേച്ചി, ഞങ്ങളുടെ കസിനുണ്ട് ഒരു ചേച്ചി, മൂത്ത ചേച്ചിയാണ്, മരിച്ചു കേട്ടോ. ആ പുള്ളിക്കാരത്തി നാമം ചെല്ലാനിരിക്കുമ്പോൾ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള കഥയാണേ, അമ്മമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് ആ ചേച്ചി നിൽക്കും. അമ്മയുടെ ചേച്ചിയുടെ മകളാണ് പുള്ളിക്കാരത്തി. അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നാമം ചോദിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ രാമ 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 നാരായണ നാരായണ, അതൊക്കെയാണല്ലോ അന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശക്കുണ്ടാവേ. അപ്പോൾ അമ്മൂമ്മ നല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, ചോറോ അങ്ങനെയൊക്കെ ആണല്ലോ അന്ന്, എന്തെങ്കിലും നല്ല കറികളൊക്കെ ഉണ്ടാവുമായിരിക്കും വീട്ടിൽ. അപ്പോൾ അമ്മൂമ്മയോട് ചോദിക്കും അത്ര, അമ്മൂമ്മേ ഇടയ്ക്കിടയ്ക്ക് നാരായണ നീ നാമം ചൊല്ലിയിട്ട് വന്നാലേ നിനക്ക് ഭക്ഷണം തരുള്ളൂ എന്നെന്തോ അമ്മൂമ്മ പറയും. അപ്പോൾ പുള്ളിക്കാരത്തി നാമം ചൊല്ലിയിട്ട് അമ്മൂമ്മേ ചോറായ അമ്മൂമ്മേ അങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. പിന്നെ നീ നാമം ചെല്ലും മര്യാദയ്ക്ക് എന്ന് പറയട്ടോ. അപ്പോൾ വേദന രാമ 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 എന്ന് പറഞ്ഞിട്ട് അമ്മേ ചോറായോ എന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഡ്യൂട്ടി. കടത്ത് കഴിക്കലാണ്, കടമ നിറവേറ്റുക, കടത്ത് കഴിക്കുക എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉണ്ടാക്കുന്ന വിഭവത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ പ്രവൃത്തിക്ക് ആ ഒരു സിൻസിയറിറ്റി ഉണ്ടാവില്ല. ഇറ്റ് ലാക്സ് സിൻസിയറിറ്റി. ഒരു കടത്ത് കഴിച്ച് എല്ലാം ചെയ്തു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരു കറി വേഗം ഉണ്ടാക്കി എന്തെങ്കിലും പിള്ളേരുടെ വയറ് നിറയ്ക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് ടേസ്റ്റ് ആകുന്നത്? ബിക്കോസ് അമ്മയുടെ സ്നേഹം അതിൽ ചാലിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും. ഇപ്പോൾ പറയുന്നില്ലേ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയാകുന്നു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റി, ഭാര്യയുടെ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യജീവിയായിട്ടുള്ള ഈ ഭാര്യ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവരെത്ര പെട്ടെന്ന് ടയേർഡാകും തോന്നുന്നില്ലേ? അവർ പെട്ടെന്ന് ടയേർഡായി പോകും. നമുക്ക് ഒരു കപ്പാസിറ്റി ഇല്ലേ എല്ലാം ചെയ്യാനുള്ള? ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിന് മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
കീപ് യുവർ ഓസ് ഡൗൺ, അതായത് നിങ്ങളുടെ തുഴ നിങ്ങൾ താഴെ വെക്കും ചില സമയത്ത്. ഗോ ഫോർ എ വെക്കേഷൻ. ഇപ്പോഴാണെങ്കിൽ സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തളർന്നു. അവർ എല്ലാം കൂടെ ചെയ്ത് ജോലി, കുട്ടികളുടെ പഠിപ്പ്, ചെറിയ കുട്ടികളാണ്, അവരെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവുകയാണ് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ. അപ്പോൾ നിങ്ങൾ വൈ ഡോണ്ട് യു ടേക്ക് എ ബ്രേക്ക്, വൈ ഡോണ്ട് യു ഗോ ഫോർ എ വെക്കേഷൻ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്യുവർ ഗ്രൂപ്പായിട്ടുള്ള, നിങ്ങളുടെ സമാന ചിന്താഗതികളുള്ള, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു വെക്കേഷന് പോവാം. ഒരു 10 days ബ്രേക്ക് എടുക്കാം. വീട്ടിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ആഡ് കണ്ടിരുന്നു ഈ ഇടയ്ക്ക്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഷോയിങ് ആസ് ഒരു കോർപ്പറേറ്റ് വുമൺ. ഷീ ഈസ് ഡൂയിങ് സം പ്രസൻറ്റേഷൻ. അദ്ദേഹത്തിന് എവിടെയോ എന്താണ് ട്രെയിനിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് 3-4 പേരോട് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറഞ്ഞു. കാരണം ദേ വാണ്ടഡ് ടു ചൂസ് 1 person. അപ്പോൾ അങ്ങനെ 4 പേര് പ്രസൻറ്റേഷൻ കൊടുത്തതിൽ ഈ സ്ത്രീക്കാണ്, ഈ പറഞ്ഞ ഒരാൾക്ക് കിട്ടുകയാണ് എന്താ അതിനകത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എൻ്റെ ഫ്ലോ പോയി, അരവിന്ദ് ഒന്ന് തുറന്നു നോക്കി, ഇറ്റ്സ് ഓക്കെ, ലെറ്റ് മി കണ്ടിന്യൂ. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇവർ പറയാണ്, മാം വൈ ഡോണ്ട് യു ഗീവ് ഇറ്റ് ടു ദ അതർ പേഴ്സൺ. അപ്പോൾ മാഡം ചോദിക്കും വൈ എന്ന് ചോദിക്കും. അപ്പോൾ അവർ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും, എൻ്റെ ഇവിടുത്തെ ടീമിന് ഞാനില്ല, മൈ ടീം കനോട്ട് സർവൈവ് വിതൗട്ട് മീ എന്ന് പറയും. അപ്പോൾ അവർ നോക്കൂട്ടാ, അവർ നോക്കിയിട്ട് അവർ പറയും, ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും. മിണ്ടാതിരിക്കും. അവർ പറയും ശരി, നിങ്ങൾ വീട്ടിൽ പോയി ആലോചിക്കൂ, എന്നിട്ട് വേണം അത് പറയാനായിട്ട്. അവർ പറയില്ല, വീട്ടിലത്തെ കാര്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണമെന്നൊന്നും ഈ കുട്ടി പറഞ്ഞിട്ടില്ലേ. കുട്ടി പറഞ്ഞു മൈ ടീം കനോട്ട് സർവൈവ് എന്നാണ്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ ഈ ഫോൺ വന്ന് ഓഫാക്കാതെ വെച്ചിട്ട് പെട്ടെന്ന് എഴുന്നേക്കുമായിരുന്നു. മാം റൂമിലേക്ക് വരുന്നുണ്ട് അവരുടെ ബോസ്. പറയും മാം എനിക്ക് ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്, യു ക്യാൻ പ്രിപ്പയർ യുവർ സെൽഫ് ടു ഗോ ടു എന്തോ ഒരു പുറത്തെ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഇത് കാരണം. സോ വൈ ഡോണ്ട് യു ജസ്റ്റ് പ്രിപ്പയർ യുവർ സെൽഫ്, ഗെറ്റ് റെഡി എന്നൊക്കെ പറയുമ്പോഴാണ് ഇവർ പറയണേ നോ ഐ കനോട്ട് ഗോ. എന്താ വെച്ചാൽ മനസ്സിലിങ്ങനെ ഓടുകയാണ്, വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പുറകിലിങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഓടുക. അദ്ദേഹത്തിന് എവിടെ ഏത് സാധനം എവിടെ ഇരിക്കണേന്ന് അറിയില്ല, കുട്ടികളുടെ ലഞ്ച് ബോക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കുട്ടികളെ കൊണ്ടുപോയി ഏതൊക്കെ ക്ലാസ്സസിന് എപ്പോഴൊക്കെ വിടണം എന്നറിയില്ല, മെയ്ഡിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും ഫുഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവർ പോയിട്ട് എക്സ്ട്രാ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടികൾക്ക് കൊടുക്കുക. ഇതൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെൺകുട്ടി പറയണേ ഞാൻ പോകുന്നില്ല എന്ന്. അത് ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി എന്താണ്ടും ആണ് ആ കുട്ടിക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാനുള്ള, ഏതോ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ. സോ കരിയർ ബൂസ്റ്റ് ആവുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മൈ ടീം കനോട്ട് സർവൈവ് എന്ന് പറഞ്ഞത്. അപ്പം ഇവർ ചിരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോട്ടാം. ഇവർ പോയി കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് നേരം കഴിയുമ്പോൾ യെസ് ലെറ്റ് us വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞു. ഇവർ 11 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുകയാണ്. ക്ലോക്കിൽ 11 മണി നോക്കുമ്പോൾ എല്ലാം റെഡി. വീട്ടിൽ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, പിന്നെ ഇത് ലോണ്ടറി എല്ലാം കഴുകാൻ വെച്ചിരിക്കുന്നു, കുട്ടീനെ ടക്ക് ചെയ്ത് ഉറങ്ങാൻ വിട്ടിരിക്കുന്നു. അതായത് ഹസ്ബൻഡ് കേട്ടു അവിടുന്ന് മൈ ടീം കനോട്ട് സർവൈവ് വിത്തൗട്ട് മീ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്തു. എന്ത് നല്ല ഹസ്ബൻഡ് അല്ലേ. നിങ്ങൾ ആൺകുട്ടികൾ എന്നെ വല്ലവരും കേൾക്കുന്നുണ്ടോ? ആരധികം കേൾക്കണില്ലേ ആൺപിള്ളേർ. കേൾക്കുന്ന 3-4 പേരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയുടെ തലയിലേക്ക് തന്നെ എല്ലാം ഇടുന്നത്? യു ആർ ഓൾസോ ബ്രിങ്ങിങ് ഇൻ മണി ടു ദ ടേബിൾ, ഷീ ഈസ് ഓൾസോ വർക്കിംഗ് ആൻഡ് കമ്മിങ് ബാക്ക്. സോ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കൂ ഡ്യൂട്ടീസ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഭയങ്കരമായിട്ട് ജോലി ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഇൻഡിസ്പെൻസിബിൾ. നമ്മൾ അല്ലെങ്കിലേ ഇൻഡിസ്പെൻസിബിൾ അല്ല, എന്നാലും കുറച്ചെങ്കിലും നമ്മൾ വാല്യൂ അഡീഷൻസ് കൊടുത്താൽ മാത്രമല്ലേ, അല്ലെങ്കിൽ ഈസിലി പീപ്പിൾ വിൽ റീപ്ലേസ് യു. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെയാണ് ടാലൻറ്റ് അവൈലബിൾ. സോ യു ഹാവ് ടു കീപ് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു കട്ടിങ് എഡ്ജ്. ദർ ഷുഡ് ബി എൻ എഡ്ജ്. അത് നമുക്ക് വേണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ആരും മുഖവിലയ്ക്ക് പോലും എടുക്കില്ല അല്ലേ. സോ പണ്ട് ഞാൻ ഓഫീസിലൊക്കെ പോണ സമയത്ത് അരവിന്ദാണ് മോളെ പഠിപ്പിക്കുന്നതെല്ലാം. ഞാനൊന്നും പഠിപ്പിക്കാറില്ല. അപ്പം ആ മോള് പറയാം അമ്മ മണ്ടിയാണ്, അമ്മയ്ക്ക് മാത്സ് അറിയില്ല എന്ന് പറയും. പക്ഷെ പഠിപ്പിക്കാനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ പിന്നെ എനർജി ഇല്ല. ഞങ്ങൾ ആദ്യം ജോലി വളരെ സാധാരണ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ അരവിന്ദൊക്കെ ട്യൂഷനൊക്കെ എടുക്കാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. ബട്ട് ഡ്രെയിൻ ഔട്ടായി, ഞങ്ങൾ പറ്റുന്നില്ലായിരുന്നു. സോ ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. കരിയറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണത്. കാരണം അതിൻ്റെ
സൈഡ് ഹസിൽ ഒരെണ്ണം ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ എന്താ പറയുക, ഒരു കംപ്രസറിലൂടെ പോകുന്ന പോലെ ആക്കരുത്. നിങ്ങൾക്ക് പറ്റാതെ ആവുന്ന ടാസ്കെല്ലാം നിങ്ങൾ പറയുക, ഓഹ് എനിക്ക് വയ്യ കേട്ടോ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുക്കിനെ ഏൽപ്പിക്കുക. കുക്കിംഗ് മനസ്സിലായോ? അവർ ചെയ്യുന്നത് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുക, ഒരു ദിവസം റെസ്റ്റോറൻറ്റിൽ പോവുക. എന്ത് മനോഹരമായിരിക്കും അല്ലേ? പക്ഷെ എല്ലാവരും പറയും ചേച്ചി പൈസ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ചേർന്ന്, ഇപ്പോൾ സംഗീത എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മദ്രാസിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ഫുഡുമാണ് കേട്ടോ, എനിക്ക് ഓക്കെയാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും അവിടെയാണ് ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽസിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റ്സിൽ പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ വല്ലപ്പോഴും ഒരുപാട് എന്താ പറയുക, നല്ല ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ഞങ്ങളുടെ ഇതിനോ വെഡിങ് ആനിവേഴ്സറിക്കോ അങ്ങനെയൊക്കെയാണ് ചൂസ് ചെയ്യാറ്. കുറേ നാൾ കഴിഞ്ഞ് സാമ്പത്തികമൊക്കെ മെച്ചപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ബർത്ത്ഡേ, മോളുടെ ബർത്ത്ഡേ, അരവിൻ്റെ ബർത്ത്ഡേ. മോളുടെ ബർത്ത്ഡേ വന്നിട്ട് നമ്മൾ ഈ അനാഥാലയത്തിലെ കുട്ടികൾക്ക് അവളുടെ ബർത്ത്ഡേ കേക്ക് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുമായിരുന്നു. ഞാൻ അവിടുത്തെ ഫുഡിനുള്ള പൈസയും കൊടുക്കും, അന്നത്തെ ഒരു ദിവസത്തെ ഫുഡ് ഞാൻ ഇതുപോലെ സംഗീതയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് രാവിലത്തെയോ വൈകുന്നേരത്തെയോ കൊടുക്കുമായിരുന്നു. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പറയും, മാഡം ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ പൈസ തന്നാൽ മതി ഞങ്ങൾ ഈ കൊടുക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഫുഡിൻ്റെ പൈസ തരാം, നിങ്ങളത് അന്നത്തെ ദിവസം മാത്രം ഒന്നും കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാനും മോളും ഒക്കെ അവിടെ പോയിരുന്ന് കഴിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം കേട്ടോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മിക്കവാറും ഞങ്ങൾ മോള് വലുതാവുന്ന ആ സമയങ്ങളിലെല്ലാം ഈ കേക്കിലെ അന്നൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കേക്കായിരുന്നു, അത് 2-3 കിലോയുടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവിടെയുള്ള ആ സ്ത്രീ പറഞ്ഞു, ശരിയാണ് മാഡം, ഇവിടുത്തെ ഫുഡ് സ്പോൺസർ ചെയ്താൽ ഞങ്ങൾക്കാണ് ബഡ്ജറ്റിൽ ഇത് ഹെൽപ്പ് ആവുക, ആ കുഞ്ഞുങ്ങളുടെ വയറിന് നിങ്ങൾ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് പിന്നെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ദേ വിൽ ഗീവ് ദ ഒരു ദിവസത്തെ. അപ്പം എന്താ, ഈ അനാഥാശ്രമം നടത്തുന്നവർക്കും കുഴപ്പമില്ല, അവർക്ക് എല്ലാ പിള്ളേരും അനാഥരായതുകൊണ്ടല്ല കേട്ടോ അവിടെ നിൽക്കുന്നത്. അച്ഛനമ്മ ഇല്ലാതെ അമ്മ മാത്രം പണിക്ക് നിൽക്കുന്ന വീടുകളിൽ നിർത്തില്ലല്ലോ കുട്ടികൾ, അങ്ങനെയൊക്കെ കൊണ്ട് നിർത്തിയ പിള്ളേരൊക്കെ ഉണ്ട്. സോ വി യൂസ് ടു ഡു ദാറ്റ്. അത് പൊങ്ങച്ചമായിട്ടോ അല്ലെങ്കിൽ ചെയ്തത് കാണിക്കുന്നതായിട്ടൊന്നും തോന്നല്ലേ. ആരെങ്കിലും കേൾക്കുമ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആരാണ്. കേൾക്കാത്ത ചെറിയ പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്നായിരിക്കും അവർക്ക് ഓർമ്മ വരും, ശരിയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന്. കാരണം എന്താണെന്നറിയോ, ചാരിറ്റി നമ്മുടെ ഹാബിറ്റാക്കി മാറ്റണം. ഹാബിറ്റാക്കി മാറ്റിയില്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല. കാരണം കിട്ടുന്നതിൽ കുറച്ചെങ്കിലും മുസ്ലിംസ് ഒക്കെ അങ്ങനെയുണ്ട് അല്ലേ, ദാനം അവർക്കതിൽ ഇത്ര % ബൈബിളിലും പറയുന്നുണ്ട്. അതേസമയം ഹിന്ദുക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഭഗവത്ഗീത വായിച്ച് ചെയ്യുന്നവർക്കും ഉണ്ടാകും. അപ്പോൾ സ്വയമായിട്ട് നമ്മളത് ആ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് കേട്ടോ. എന്നോട് ആർക്കും വിരോധമൊന്നും തോന്നരുത് വന്നിരുന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ. കാരണം നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുമ്പോൾ അത് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, സോ ഐ ഷുഡ് ടെൽ യു സർട്ടൻ തിങ്സ് വിച്ച് ഐ ഹാവ് ട്രൈഡ് ഇൻ മൈ ലൈഫിലെ. അപ്പോൾ അരവിൻ്റെ ബർത്ത്ഡേക്കും എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം എന്താ കഴിക്കാം. വലിയ ഹോട്ടൽസ് ചൂസ് ചെയ്തിട്ട് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ അവിടെ കഴിക്കും. അവിടെ ഏതൊക്കെയാണ് വലിയ ഹോട്ടൽസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയിട്ട്, കാരണം നാളെ ഒരു ദിവസം എനിക്ക് ഐ ഷുഡ് നോട്ട് ലെഫ്റ്റ് ഔട്ട് എന്ന് എനിക്കുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളരെ സാധാരണ രീതിയിലാണ് ജീവിക്കുക. വി ജസ്റ്റ് ഡോണ്ട് ഗോ ആൻഡ് സ്പ്ലോജ് എനിത്തിങ് ലൈക്ക്. പിന്നെ ഡ്രസ്സുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് ചെയ്യുമ്പോൾ അത് ആവശ്യമായിരുന്നതുകൊണ്ട്. ഇപ്പം നോക്കൂ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് ഇതൊക്കെ 9 ഇയേഴ്സ് കൂടുതലായിട്ടുണ്ട് ഈ സാരി ഇങ്ങനെ തയ്പ്പിച്ചിട്ട്. ഇത് ഷിഫോണാണേ, ഷിഫോണല്ലേ, അതെ. അതിലിങ്ങനെ ഈ പേൾസും പിന്നെ ഈ വർക്കും എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യിപ്പിച്ച് തന്നതാണ്, പ്രിയ എന്ന് പറഞ്ഞിട്ട്. പ്രിയ കുറച്ച് നാൾ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, യാഴിനി പ്രഭാകറിൻ്റെ അമ്മയാണ്. സോ പ്രിയ കുറച്ച് നാൾ ഒരു ബ്യൂട്ടിക്കൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രധാന പാറ്റേണായിരുന്നു, ഇങ്ങനത്തെയൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ഗോട്ട് ഓൾസോ സോ മെനി ഐഡിയാസ്. അങ്ങനെ ചെയ്തു തന്നതാണ് ഈ സാരി. ഇപ്പോൾ എനിക്ക് ഇവിടെ മുമ്പിലൊക്കെ ഇരുന്ന് ഉടുക്കാൻ പറ്റുന്നില്ലേ. ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഓൾസോ വെൻ ഐ ഡ്രസ് അപ്പ് നൈസ്ലി. അതുപോലെ ആയിരിക്കും എല്ലാവർക്കും. പറഞ്ഞു വന്നത് പിന്നെയും മാറിപ്പോയി, ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇരുന്നാൽ അതിന് ഉദ്ദേശിച്ച ഫലം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ഒരു കുക്ക് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അവർക്കതൊരു ജോലിയാണല്ലേ. അതേസമയം ഒരു അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ സ്നേഹം ചാലിച്ചാണല്ലേ ചെയ്യുന്നത്. അത് എല്ലാ പ്രവൃത്തികളിലും, ഇപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും
ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുതിരുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ അത് ശരിയാവാറില്ല, എനിക്ക് വെടിപ്പായിട്ട് അത് ചെയ്യാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം, അരവിന്ദിനൊക്കെ അത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞു ലെറ്റ് ഇസ് ഗീവ് ഇറ്റ് ഔട്ട് സൈഡ്, അത് എൻ്റെ ഏരിയ അല്ല. ഈ അയണിങ് ഒക്കെ സ്റ്റഡി ആയിട്ടൊക്കെ ചെയ്യാനോ അതൊന്നും ചിലർക്കൊക്കെ അത് സാധിക്കുള്ളൂ അല്ലേ. അത് അത് വളരെ അനായാസമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് മുറുക്കി പിടിച്ച് സ്വന്തം ആരോഗ്യം മുഴുവൻ ഇങ്ങനെ ഇട്ടിട്ട് തേക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗീതവല്യം അങ്ങനെ ചെയ്യുമായിരുന്നു, അമ്മയുടെ ചേച്ചി. അതൊക്കെ അങ്ങനെ ഹസ്ബൻഡിന് അതെല്ലാം തേച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന അതൊക്കെ ചിലർക്ക് അതാണ് അവരുടെ വ്രതമാണ്. അതൊരു റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്നൊന്നും അവർ വെക്കരുത്. സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുക എന്താണെങ്കിലും. അതിപ്പോൾ ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, വെള്ളമൊഴിക്കുന്ന ആൾക്ക് അതിനോടൊരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അല്ലേ, അവർക്കത് ജോലിയാണ്, സാലറി ആണെന്ന് കാണുമ്പോൾ ഒരു ആത്മാർത്ഥത ചിലപ്പോൾ കാണില്ല. അത് കരിഞ്ഞു പോകാതെ നോക്കേണ്ടതായിട്ട് ഡ്യൂട്ടി ആയതുകൊണ്ടായിരിക്കും അയാൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളൊരു പെറ്റിനെ വളർത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു പ്ലാന്റ് വളർത്തുകയാണെങ്കിലോ കുറച്ച് സ്നേഹം ചാലിച്ച് ഞാൻ വേണം അതിന് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനോടൊരു സ്നേഹം നമ്മൾ കാണിക്കണം അല്ലേ. അപ്പം നമുക്ക് തിരിച്ചു കിട്ടും. ആ സ്നേഹം നമുക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു കിട്ടും. അപ്പം സ്നേഹം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാനാണോ മാഡം? അല്ല, സ്നേഹം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാനല്ല. സ്നേഹം കൊടുക്കുന്നത് നമ്മളുടെ സ്വഭാവമാണെന്ന് മാറ്റിക്കണം. ഇറ്റ് ഈസ് യുവർ ഹാബിറ്റ് ടു ഗിവ് ലവ്. അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങളെ എല്ലാവരും ഒരു സ്നേഹമയിയായിട്ടുള്ള സ്ത്രീയായിട്ട്, അല്ലെങ്കിൽ കരുണയുള്ള സ്ത്രീയായിട്ട്, അല്ലെങ്കിൽ കരുണയുള്ള ആളായിട്ട്, കരുണയുള്ള ബോയ് ആയിട്ട്, കരുണയുള്ള മനുഷ്യനായിട്ട് കാണും ഇല്ലേ. അങ്ങനെ കാണുന്നതല്ലേ എപ്പോഴും നല്ലത്. അങ്ങനെ കാണുമ്പോഴല്ലേ നമ്മൾക്കും സമൂഹത്തിൽ നമ്മൾ നല്ലത് ചെയ്തു എന്ന് തോന്നുള്ളൂ. സോ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. എന്ത് ചെയ്യുന്നുവോ ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞെടുക്കാതെ അതിൻ്റെ കൂടെ ഞാൻ സ്നേഹപൂർവമായ ഒരു പരിചരണം കൊടുക്കുന്നതാണ് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ ചെയ്തു നോക്കും. ഇപ്പം എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കുമ്പോൾ മാത്രം നല്ല ദോശയൊക്കെ ഉണ്ടാക്കി, നല്ല ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ ബ്രദറിൻ്റെ മോന് ഞാൻ അഴുക്ക് കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ല സ്ത്രീയാവോ? ഇല്ലല്ലോ. രണ്ടുപേർക്കും തുല്യമായിട്ട് ഒരേ രീതിയിൽ നെയ്യൊക്കെ ഇട്ടിച്ച് അല്ലേ, അതിൽ നല്ല നെയ്യൊക്കെ ഇട്ടിച്ച് 2 മക്കൾക്കും കൊടുക്കും. അവരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വാവ് എന്ന് പറയില്ലേ, അത് നമ്മുടെ സ്നേഹവും കൂടെ അതിൽ ചാലിക്കുമ്പോഴാണ് അല്ലേ. എൻ്റെ അപ്പച്ചിയെ പണ്ട് അച്ഛൻ്റെ ബ്രദർ, മൂത്ത സിസ്റ്റർ, പുള്ളിക്കാരത്തി മക്കളുമായിട്ട് ഇവിടെ വന്ന് താമസിക്കും എപ്പോഴും വെക്കേഷൻ ടൈമിൽ. അവർ കൊച്ചിയിലാണ്. അപ്പം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ ഓടിക്കളിക്കുന്ന എല്ലാം ഞങ്ങൾ ടുഗെദറായിരുന്നു. ആ സമയത്ത് അപ്പച്ചിക്ക് ഏറ്റവും ഇളയ മോളോട് ഭയങ്കര പക്ഷഭേദമാണ്. ഞങ്ങൾ മൊത്തം പിള്ളേരെ എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളാകെ 7 പേരുള്ളൂ. എൻ്റെ അച്ഛന് 2 മക്കൾ, ഞാനും എൻ്റെ അനുജനും. പിന്നെ ഈ വലിയ അപ്പച്ചിക്ക് 3 മക്കൾ, അപ്പം 5. ഇളയ അപ്പച്ചിക്ക് ഇനിയൊരു 2 മക്കൾ. അങ്ങനെ 7 മക്കളാണ് ഇവിടെ ഉള്ളത്. ആ 7 മക്കൾക്കും 7 പപ്പടം കഴിച്ചു കേട്ടോ. അതിൽ ആ 7ാമത്തെ മകളുണ്ടല്ലോ, അവരുടെ മകളുണ്ടല്ലോ, അതിൽ ആ കുട്ടിക്ക് മാത്രം എക്സ്ട്രാ 2 കൊടുക്കും. 3 പപ്പടം കൊടുക്കുകയുള്ളൂ. അവൾ അത് മാത്രമേ കഴിക്കൂ. നിങ്ങളൊക്കെ മറ്റേതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പം മറ്റുള്ള കുട്ടികളെ, അവരുടെ മക്കളെയും മക്കളെയും എല്ലാം വേർതിരിച്ചിട്ട് ആ മറ്റു കുഞ്ഞിന് ഒരു ചെറിയ ഹൈലൈറ്റ് കൊടുക്കും. അത് നമ്മൾ ഇന്നും മറന്നിട്ടില്ല. ഞാനും എൻ്റെ ബ്രദർ ഇപ്പോഴും പറയും, നമുക്കൊരു പപ്പടം കൂടെ വേണമായിരുന്നു അല്ലേ മോളിച്ചി. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പാമ്പിന് മാത്രം കൊടുക്കും. നല്ല പേരെങ്ങനെയാണ്. ഞങ്ങളപ്പോൾ അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കുശുമ്പ് പോകുന്നവർക്ക് കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ ഞങ്ങളും. ഞാനാണ് ഏറ്റവും മൂത്തത്. എല്ലാവരുമായിട്ട് 1.5-2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പം എൻ്റെ ബ്രദറും ആ കുട്ടിയൊക്കെ ആയിട്ട് ഒരേ വയസ്സാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. കണ്ടോ, അമ്മമാരുടെ പക്ഷഭേദം കണ്ടു. അതെന്താണ് അങ്ങനെ അല്ലേ? നമ്മളങ്ങനെ ആവണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറയണേ. പക്ഷഭേദം കുഞ്ഞുങ്ങളോട് കാണിക്കരുത്. കാണിച്ചാൽ ഇതുപോലെ 10-35 വർഷം കഴിയുമ്പോൾ ഈ 35 40 ആയിട്ടുണ്ട്, 45 വർഷം കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനീ വന്നിരുന്ന് പറയുന്ന പോലെ പറയും. എൻ്റെ അപ്പച്ചി ഇങ്ങനെ തന്നിട്ട് അതേസമയം വിചാരിക്കുകയാണ് അപ്പച്ചി എനിക്കാ കൂടുതൽ വന്നെങ്കിൽ എൻ്റെ കുഞ്ഞുമോൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ്, പക്ഷെ വെൻ യു പുട്ട് ഇൻ യുവർ എഫേർട്ടിനോ നാളെ ഈ കുട്ടികളൊക്കെ വലുതായി ഒരു വലിയൊരു സിറ്റിസൺ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ദേ വിൽ റിമെമ്പർ യുവർ ഗുഡ് ഡീഡ്സ്. നമ്മൾ സ്നേഹം ചാലിച്ചു കൊടുക്കുന്ന, അല്ലാതെ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നീ പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുക്കേണ്ട. കാരണം അപ്പച്ചിയാണ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം. അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഞാനങ്ങ് തീർത്ത് വെക്കും. അല്ലാതെ മോള് കഴിച്ച മോക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ എന്നത്. പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ
അപ്പച്ചി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് എനിക്ക് വേണ്ടിയിട്ട് പാവം കുത്തിയിരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യും കേട്ടോ. രണ്ടും പറയണമല്ലോ, ഇങ്ങനെ ഇവിടെ അധികം ചെമ്മീനൊന്നും കിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ, നാട്ടിൻ പ്രദേശമല്ലേ. ഇവിടെ ഈ മറ്റേ വലിയ ഇങ്ങനത്തെ ലോബ്സ്റ്റർ പോലത്തേക്കാണ് കിട്ടുന്ന ഈ ഇവിടുത്തെ ഫ്രഷ് ഫുഡ് അല്ല, ഫ്രഷ് സീ ഫുഡിലല്ല, അതിന് ഫ്രഷ് ഫിഷ് കിട്ടത്തില്ല, ഇങ്ങനെ പുഴ പോണ്ടിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതിങ്ങനത്തെ വലിയത് ഒക്കെ കിട്ടുക ഇവിടെ. കുഞ്ഞു കുഞ്ഞു കടൽ ചെമ്മീനൊന്നും കായൽ ചെമ്മീനൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ അപ്പച്ചി വാങ്ങിച്ചു വെച്ച് മുതുകൊക്കെ വേദന എടുത്തിട്ട് അപ്പച്ചി ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ മോൾട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ, മോൾട്ടി ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇവോൾവ് ആകുകയും ചെയ്യും, നന്മയും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഓരോ ചെറിയ സന്ദർഭങ്ങൾ ഞാൻ സന്ദർഭവശാൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ സോ ദാറ്റ് കേൾക്കുന്നവർക്ക് അവരെ ജഡ്ജ്മെൻറ്റിലാകാനല്ല കേട്ടോ. ദേ ആർ ഓൾ ഗുഡ് പീപ്പിൾ, നൈസ് പീപ്പിൾ, ഗുഡ് ഹാർട്ടഡ് പീപ്പിൾ തന്നെയാണ്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക, സ്നേഹം ചാലിച്ച് ചെയ്യുക. എൻ്റെ ടേക്ക് അവേ അതാണ്, സ്നേഹം ചാലിച്ച് ചെയ്യണം എന്ത് ചെയ്യുവാണെങ്കിലും കേട്ടോ. അപ്പോഴാണ് അതിന് ഇഫക്റ്റ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമല്ല, ലവ്, ഗിവ് ലവ്. അങ്ങനെ ആകുമ്പോൾ അത് ഓർത്തിരിക്കുമ്പോൾ നല്ലൊരു സുഖമുള്ള ഓർമ്മയായിട്ട് തോന്നും, ഇല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ താഴെ എഴുതുമോ, നല്ല എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുള്ളൂ. ഇങ്ങനെ സുഖമുള്ള ഓർമ്മ അല്ലെങ്കിൽ നനവുള്ള ഓർമ്മ, കണ്ണീര് നനച്ചത് ഒക്കെ പറയില്ലേ ചിലരില്ല ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ തരാതെ ഇരുന്നുണ്ട്. പണ്ട് റീമാക്ക് അല്ലെങ്കിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബ്രദറിനായിരുന്നു ഫിഷ് കഷ്ണമൊക്കെ കൊടുക്കുക, അമ്മ എനിക്ക് ചാറേ തരുള്ളൂയിരുന്നു, 4 ഫിഷ് വറുത്ത 3 അവന് കൊടുക്കും, ഒരെണ്ണം എനിക്ക് തരുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉണ്ട്, ഒരു ഇത്തിരി സ്നേഹക്കുള്ളിൽ മോനോടുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലടി എന്ന് പറയും. എന്തായാലും ഞാനിവിടെ എൻ്റെ പാഠപുസ്തകം എന്ന് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാട്ടോ. ഞാൻ പല സ്ഥലത്തുനിന്നും കണ്ടതും കേട്ടതുമാണ് നിങ്ങളോട് പറയുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യെസ് വി ലൈക്ക് ഇറ്റ് എന്നൊന്ന് അടിക്കൂ. കാണുന്നവർ 10 പേരാണെങ്കിലോ യെസ് വി ലൈക്ക് ഇറ്റ് ചേച്ചി എന്നൊന്ന് അടിക്കൂ. എന്തിനാണോ? എനിക്കും ഇങ്ങനെ പാറ്റ് ഓൺ ദ ഷോൾഡേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ്. സ്വയം പാറ്റ് ചെയ്യുന്നതിൽ ഞാൻ മിടുക്കിയാണ്, പക്ഷെ ആരെങ്കിലും ഒന്ന് പാറ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതിന് ഞാൻ എൻ്റെ മോളെ അരവിന്ദിൻ്റെ അടുത്ത് നല്ലതാണ് അരവിന്ദ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. കുക്ക് ചെയ്ത് കൊടുത്താലും അരവിന്ദിൻ്റെ അമ്മയും ചോദിക്കും കൊള്ളാമോ, അങ്ങനെ ചോദിക്കും. നല്ലതാണെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം അല്ലേ എന്ന് പറഞ്ഞ പോലെ സ്നേഹം ചാലിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഞാനിവിടെ ഐ എം സ്പ്രെഡിങ് സം ലവ് ടുവേർഡ്സ് യു, പ്ലീസ് ടേക്ക് ഇറ്റ് ഫ്രം മീ. ഓക്കെ, താങ്ക് യു. ഇനിയും വരാം പിന്നീട് ഒരു തോട്ടും ചിന്തയും ആയിട്ട്. ആരെങ്കിലുമൊക്കെ ഈ വഴി വെറുതെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്ക് നന്ദി. ലൈക്ക് ചെയ്യുക.